എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്പെൻസിനെ കുറിച്ചാണ്, അതേപോലെ തന്നെ ഇൻകവും. അപ്പം നമുക്ക് നമ്മുടെ ഇതുപോലെയുള്ള കുഞ്ഞു ഫാമിലികൾക്ക് വരുന്ന സാധാരണ കോമൺ ആയിട്ട് വരുന്ന ചിലവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ ഫാമിലിക്കും ഓരോ ചിലവുകളായിരിക്കും, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അപ്പം നമ്മുടെ അഭിപ്രായവും നമ്മുടെ ചിലവും പിന്നെ ഇവിടെ ചെറുതായിട്ട് വന്നേക്കാവുന്ന ചിലവുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ഇൻകവും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എക്സ്പെൻസ് പറയാം. നമുക്കിപ്പം റൂം റെന്റിൽ തന്നെ തുടങ്ങാം. അതാണല്ലോ ഏറ്റവും വലിയ എക്സ്പെൻസ് ഇവിടെ. യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ പോകും, നമുക്ക് കിട്ടുന്നതിന്റെ പകുതി പൈസയും പോകുന്നത് ഇവിടെ റെന്റിനാണ്. അപ്പോൾ റെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടേത് 1 BHK ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ അതിന് വരുന്നത് 825 പൗണ്ടാണ്. നമ്മളിത് വന്നപ്പം 695 പൗണ്ടായിരുന്നു. ഇപ്പം അത് കൂടി 895 അന്നേരവും നമ്മുടെ സാലറിക്ക് വലിയ വർധനവൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് കിട്ടുന്ന അതേ സാലറി തന്നെയാണ് ഇന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് അല്ലെ. നമ്മൾ ഇതിന് മുന്നേയും ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മളിപ്പം എക്സ്പെൻസ് കൂടിയ ഒരു അവസ്ഥയിലാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളിപ്പോ ഇതേ സെയിം വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷമായി. അപ്പൊ ഇത് തന്നെ അവർ റിന്യൂ ചെയ്യുന്നതനുസരിച്ച് ഇവര് ഓരോ മാസം അല്ല ഒരു 6 മാസം കഴിയുമ്പോൾ അവരൊരു ഇത്ര എമൗണ്ട് കൂട്ടും. അങ്ങനെ കൂട്ടി ഇപ്പം 825 പൗണ്ടിലെത്തി നിൽക്കുവാണ്. ഇനി അടുത്ത കൂട്ടലിന് അത് ഒരു 900 ആവുമായിരിക്കും. അതിന് മുമ്പ് ഞങ്ങൾക്ക് മാറണം, അതിന് മുന്നേ മാറണം. നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ എല്ലായിടത്തും 2 bedroom ആണെങ്കിൽ തന്നെ 950 to 1200 ഒക്കെയാണ് മിനിമം ഓരോ വീടിന് 2 bedroom ഹൗസ് ഞങ്ങളിപ്പോ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചു ഇനിയിപ്പോ ആഞ്ഞു പിടിച്ച് നോക്കിയിട്ടേ ഉള്ളൂ, മാറിയിട്ടുള്ള കാര്യം. കാരണം 1 bedroomന് 825 കൊടുത്ത് നിൽക്കുന്ന ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു തവണയും കൊണ്ട് ഇനി അടുത്ത പുതുക്കുന്നില്ല, ഈ തവണയും കൊണ്ട് ഇത് നിർത്തുവാണ്. അടുത്ത തവണ എന്തായാലും നമ്മൾ എങ്ങനെയെങ്കിലും വീട് കണ്ടുപിടിച്ച് ഈ വേറെ വീട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലോട്ട് എങ്ങനെ മാറാന്നുള്ള പ്ലാൻ. എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല നമ്മള്. അല്ല പക്ഷെ വേറെ കാര്യമാണ്, നമുക്കിനി സ്റ്റുഡിയോ കിട്ടത്തില്ല, ആമയുള്ളതുകൊണ്ട് സ്റ്റുഡിയോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം റൂം റെന്റ് ആണ്, അതായത് ഇപ്പം ഒരു 600 തൊട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1500 വരെ പിടിക്കാം. പിടിച്ചൂടെ? സ്റ്റുഡിയോ തൊട്ട് നമുക്ക് ഒരു 2 BHKയിലോട്ട് മാറുവാണെങ്കിൽ ഒരു 1500 സമയത്ത് സ്റ്റുഡിയോയ്ക്ക് 600 പൗണ്ടായിരുന്നു ആയത്. ഇപ്പം 1 bedroomലോട്ട് നിന്നപ്പോഴത്തേക്ക് ഇപ്പൊ 825 പൗണ്ടായി. ഇനിയിപ്പോൾ 2 bedroomലോട്ട് മിനിമം കാണുന്നത് 1100 ഒക്കെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര മക്കളുണ്ട് അതൊക്കെ അനുസരിച്ച് ഇപ്പോൾ 2 മക്കളുള്ളവർക്ക് 3 മക്കളുള്ളവർക്ക് 3 bedroom ഹൗസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ 1200 ഒക്കെ മിനിമം ഒരു റെന്റ് അവർക്ക് അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോൾ ഞങ്ങളുടെ ബേസിൽ ഞങ്ങൾക്ക് 825 ഞങ്ങൾക്ക് റെന്റ് വരുന്നത്. നീ പറഞ്ഞു തന്നല്ലേ, ഇല്ലാതെ ഞാൻ ഇടയിൽ കയറി പറഞ്ഞതിന് സീനാവുണ്ട്. അതുകൊണ്ട് ഇവളെ ഇച്ചിരി സ്ലോ ആയിട്ട് പറയുമ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമുക്ക്. കാരണം വീഡിയോ പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി ഇടയിൽ കയറ്റി. കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം കമന്റ് അതാണ്, ആൾക്കാർക്ക് വീഡിയോ കാണാൻ സമയമില്ല വീഡിയോ. ഓക്കെ, അത് വിട്. അപ്പൊ അടുത്തെന്ന് പറയുന്നത് അപ്പം റെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ 600 പൗണ്ട് തൊട്ട് 1500 പൗണ്ട് വരെയാണ് സാധാരണ. ഒരു ചില സമയത്ത് അത് ഏരിയ അനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പം ലിവർപൂൾ ആ ഏരിയയിലൊക്കെ റെന്റ് കുറവാണ്. അതേപോലെ തന്നെ ലീഡ്സ്, അങ്ങനെ ഓരോ ഏരിയ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത് 600 തൊട്ട് ഒരു 1500 പൗണ്ട് വരെ നമുക്ക് റെന്റിന് വേണ്ടി വരും. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വരുന്നത് നമ്മുടെ കൗൺസിൽ ടാക്സും ഈ പറഞ്ഞ പോലെ ഏരിയ വ്യത്യാസമുണ്ട്, ഏരിയ അനുസരിച്ച് അതിനും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് വരുന്നത് ഇപ്പോൾ 120 പൗണ്ടാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു മാസത്തെ ഞാൻ എക്സ്ട്രാ കൂടുതൽ അടച്ചായിരുന്നു, ഒരു 140. അതുകൊണ്ട് അവർ ഡിവൈഡ് ചെയ്തിട്ട് ഇത്തവണ നമുക്ക് 120 പൗണ്ട് വെച്ചാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഒരു 100 പൗണ്ട് തൊട്ട് ഒരു 150 പൗണ്ട് വരെ കൗൺസിൽ ടാക്സ് വരും. അത് പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൗൺസിൽ ടാക്സ് 140 പൗണ്ടായിരുന്നു പെർ മന്ത് അടയ്ക്കേണ്ടത്. ഇത്തവണ 120 പൗണ്ടാണ് പെർ മന്ത്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ വരുന്നത് 40 പൗണ്ടാണ്. 30 തൊട്ട് 40 പൗണ്ടാണ് നമുക്ക് ഒരു മാസത്തേക്ക് കറണ്ട് ബില്ല് വരുന്നത്. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഗ്യാസ് ബില്ല് നമുക്കൊരു 50 തൊട്ട് 80 പൗണ്ട് വരെയാണ് ഗ്യാസ് ബില്ലും വരുന്നത്. അത് വിന്റർ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടാൻ 120 150 വരെ എത്തും. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഫാമിലി യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും, വീടിന്റെ സൈസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു റൂമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു റൂമിൽ മാത്രം നമ്മൾ രാത്രി കുറച്ച് നേരം ഹീറ്റർ ഇട്ടാലും വലിയ ഗ്യാസിലാണ്. ചില സ്ഥലത്ത് ഇലക്ട്രിക് ആയിരിക്കും, ഞങ്ങളുടെ ഗ്യാസ് തന്നെയാണ്. എന്തായാലും അത് രണ്ടും കൂടെ കൂട്ടി ഒരു 150 പൗണ്ട് തൊട്ട് 200 പൗണ്ട് വരെ എന്തായാലും അത് വരും, ഒരു മാസം വരും. പിന്നെന്ന് പറയുന്നത് വാട്ടർ. ഇവിടെ വെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പം ഞങ്ങൾക്ക് ഇപ്പൊ അൺലിമിറ്റഡ് വാട്ടർ ആണ്. അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റർ ഇല്ല, 40 പൗണ്ടാണ് ഞങ്ങൾക്ക്. അത് ഫിക്സ് ആണ്. അത് സത്യം പറഞ്ഞാൽ കൂടുതലാണ്. നമ്മൾ പക്ഷെ വെള്ളം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന, ഞാനിപ്പോൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ കഴുകുമ്പോൾ വെള്ളം അവിടെ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ കൊച്ചിൻ്റെ തുണികളൊക്കെ നമ്മൾ ആദ്യമൊക്കെ കഴുകിക്കൊണ്ടിരുന്ന അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം യൂസ് ചെയ്യുന്നത് ഇഷ്ടം പോലെ. അതേപോലെ തന്നെ നമുക്ക് പുറത്തൊരു ടാപ്പ് ഉണ്ട്, അപ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 40 പൗണ്ട് വലിയ കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. ചില സ്ഥലത്ത് 20 പൗണ്ടൊക്കെ വരുന്നുള്ളൂ.
അത് ഓരോരുത്തർ യൂസേജ് യൂസേജ് അനുസരിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വൈഫൈ, നമ്മൾ വീട്ടിൽ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് മൊബൈൽ ഡാറ്റയ്ക്ക് ഭയങ്കര പൈസയാണ് ഇവിടെ. ഒരു GB 5 പൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് വൈഫൈ 23 പൗണ്ടിന് കിട്ടുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ബ്രോഡ്ബാൻഡ് മാറുന്നതിനനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു 15 തൊട്ട് 20 തൊട്ട് ഒരു 30 പൗണ്ട് വരെ അതും പിടിച്ചോ. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ റീചാർജിന് വരുന്നത്, എനിക്ക് വരുന്നത് ഒരു മാസം 14 പൗണ്ടാണ്. അൺലിമിറ്റഡ് ഡാറ്റയാണ്. അവർക്ക് 5 പൗണ്ടും വരുന്നുണ്ട്. കാരണം എനിക്ക് ഒരു മാസത്തേക്ക് ഞാൻ 3 GB എടുക്കാറുള്ളൂ. അബിക്ക് അൺലിമിറ്റഡ് ഡേറ്റ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്ന പ്ലാൻ അനുസരിച്ച് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി 20 പൗണ്ട് അതിന് വേണ്ടിയിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് വരുന്നുണ്ട്. പിന്നെ TV ലൈസൻസ്, നമുക്ക് TV ലൈസൻസ് ഉണ്ട്. ഇവിടെ അറിയാലോ, ഓൺലൈനായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് അതിന് TV ലൈസൻസ് എടുത്തിരിക്കണം. ഇൻ കേസ് നമ്മൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടി ലൈസൻസ് എടുത്തിരിക്കണം. അപ്പൊ അതിന് നമുക്ക് 3 മാസത്തേക്ക് അത് വരുന്നത് 40 പൗണ്ടാണ് അത് വരുന്നത്. 3 മാസം കൂടുമ്പോൾ അത് നമ്മൾ മറ്റേ ഇതിനകത്ത് ഇട്ടേക്കുവാണ്, ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. പിന്നെ നമുക്ക് വരുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പം ഞങ്ങൾ 3 പേരും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഈ പറഞ്ഞ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ബോഡി നാട്ടിൽ എത്തിക്കണമെങ്കിൽ തന്നെ വലിയ എമൗണ്ട് കൂടെ വേണം. 40-50 ലക്ഷം രൂപ വേണം. അപ്പോൾ അതിനുവേണ്ടി മീൻസ് നമ്മളെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻഷുറൻസ് ഇവിടെ വീട് മേടിച്ചു കഴിയുമ്പോൾ ഒരു മോർഗേജ് എടുത്തിട്ട് ഇപ്പം ഒരു ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. നമുക്ക് മോർഗേജ് നമുക്ക് കിട്ടാനും എളുപ്പമാണ്. അത് കാരണം നമ്മൾ സെക്യൂർ ആണല്ലോ. ഇൻ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിനകത്ത് കവർ ആവും. അപ്പം ആക്സിഡന്റ് അല്ല, മീൻസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട്. അപ്പം അതിനുവേണ്ടി 65 പൗണ്ടാണ് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ആവുന്നത്. ഒരാൾക്ക് 30 പൗണ്ടും 30ഉം പിന്നെ ആമിക്ക് ചെറിയൊരു 2 പൗണ്ട് അങ്ങാണ്ടോ ഉണ്ട്. അപ്പം നമ്മളത് എടുത്തേക്കുന്ന വൈറ്റാലിറ്റിയുടെ കേട്ടോ. നമുക്ക് ഇൻഷുറൻസിന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അത് നമ്മളൊരു ഫ്രണ്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് പെട്രോള്. വണ്ടിയുടെ കാര്യം പറയാം അടുത്തത്. വണ്ടിയുടെ കാര്യത്തിൽ ഫസ്റ്റ് നമുക്ക് റോഡ് ടാക്സ് വരുന്നുണ്ട്. 220 പൗണ്ടാണ് ഒരു വർഷത്തേക്ക്. അതൊരു വർഷത്തേക്ക് 220 പൗണ്ട്. പിന്നെ 115 പൗണ്ട് വെച്ച് മാസം എനിക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. 75 പൗണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ. അപ്പം ഞാൻ ഇന്ത്യൻ ലൈസൻസ് വെച്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ലൈസൻസ് ആഡ് ചെയ്തപ്പോൾ ഞാൻ ന്യൂ ഡ്രൈവറായി. അപ്പം ഇൻഷുറൻസ് കൂടി. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈസൻസിന് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇൻഷുറൻസ് കൂടാം. പിന്നെ നമ്മളെ ഏരിയ അനുസരിച്ച് നമ്മുടെ വണ്ടി കട്ടുകൊണ്ട് പോകാൻ ചാൻസ് ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെയും ഇൻഷുറൻസ് കൂടാം. അതുപോലെ നമ്മൾ റോഡ് പാർക്കിംഗ് ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് അത് വ്യത്യാസം വരും. അത് ഈ പറഞ്ഞ പോലെ ഒരു 65 പൗണ്ട് തൊട്ട് ഒരു 155 പൗണ്ട് 150 പൗണ്ട് വരെ നമുക്ക് അത് പിടിക്കാം. അത് ഈ പറഞ്ഞ പോലെ ഏരിയ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പുതുതായിട്ട് വന്നവർക്കും വരാനിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു 150 പൗണ്ട് വരെ അത് പിടിച്ചോ. പിന്നെ നമുക്ക് വരുന്നത് ഗ്രോസറി. അത് നമ്മൾ ആദ്യം പറയണ്ടായിരുന്നു, അത് കിട്ടുപോയി. ഗ്രോസറി നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഗ്രോസറിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം ഞങ്ങളുടെ ഈ 3 പേരടങ്ങുന്ന ഈ ഫാമിലിക്ക് നമുക്ക് ഒരു മാസം 300 പൗണ്ട് ഏറ്റവും കുറഞ്ഞത്. കാരണം നമ്മള് രണ്ടിടത്തു നിന്നായിട്ട് ഒന്ന് നമ്മൾ ഏഷ്യൻ ഐറ്റംസ്, മസാലപ്പൊടികൾ നമ്മൾ അല്ലാണ്ട് മേടിക്കുന്നത്, അതല്ലാതെ ഇംഗ്ലീഷ് ഇപ്പൊ ആൽഡി പോലുള്ള സ്റ്റോറിൽ നിന്ന് നമ്മൾ അല്ലാതെ ഐറ്റംസ് മേടിക്കുന്നത്. അപ്പൊ എല്ലാം കൂടി നമുക്ക് എന്താണെങ്കിലും 300 പൗണ്ടോളം ഞങ്ങൾക്ക് ആവുന്നുണ്ട്. 300 കൂടുതലായാലേ ഉള്ളൂ. ഏറ്റവും മിനിമം പറഞ്ഞ ഇത് ഈ പറഞ്ഞ പോലെ ഫാമിലി അനുസരിച്ച് വെച്ച് അത് നമ്മൾ പറയുന്നില്ല. എന്തായാലും ഒരു 300 പൗണ്ട് ആവും. നാട്ടിലെ പോലെ അല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ 50 രൂപയ്ക്ക് നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനത്തിന് ചിലപ്പോൾ ഇവിടെ 5 പൗണ്ടൊക്കെ ആയിരിക്കും. അത്രയും വ്യത്യാസമുണ്ട്. നമ്മൾ എന്തായാലും നാട്ടിൽ നിന്ന് വന്നവര് ആദ്യത്തെ ഒരു 3-4 മാസം അല്ല 3-4 വർഷം കമ്പയർ ചെയ്യും. അത് നിങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല മക്കളെ, അത് ചെയ്തിരിക്കും. ഞങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പം ഞങ്ങൾ ആദ്യം കടയിൽ പോകുമ്പോൾ സാധനം മേടിക്കൂലായിരുന്നു അല്ലേ. നമ്മൾ പയറിന് നാട്ടിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന പയർ, കാരണം മുംബൈയിലൊക്കെ നിന്നപ്പോൾ അവിടെ 10 രൂപയ്ക്ക് ഒരു കെട്ട് പയർ കിട്ടും. 10 രൂപയ്ക്ക് മേടിച്ചോണ്ട് സാധനം ഇവിടെ 5 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് എന്റെ ദൈവം ഞങ്ങൾ മേടിക്കില്ലായിരുന്നു. ഇവിടുന്ന് നമ്മുടെ ആൾഡിയിലോട്ട് ഒരു കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ബസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാം. നമ്മൾ പക്ഷെ ബസ്സിന് പോകില്ലായിരുന്നു. 200 രൂപ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങള് നടക്കും. ഇപ്പൊ ഞങ്ങള് ബസ് വേണമെങ്കിൽ ബസ് വാടക എടുത്തിട്ട് നമ്മൾ പോകും. വേറൊരു കാര്യമാണ്, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് അതിലും പിശുക്ക് കാണിച്ച് ഞാൻ എന്നെ മാത്രം വണ്ടിക്ക് കയറ്റിയിട്ട് അഭി നടന്നു വന്നിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ അന്നേരം ഈ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നവരായതുകൊണ്ട് നമുക്കിത് വലിയൊരു എമൗണ്ട് ഒക്കെ ആയിട്ട് ആദ്യം തോന്നും.
പിന്നെ പിന്നെ ആദ്യം വരുമ്പോ നമ്മുടെ കയ്യിൽ അത്ര പൈസയും ഇല്ലല്ലോ അല്ല അതുകൊണ്ട് മാത്രമല്ല നമുക്ക് അറിയില്ലാത്തോണ്ടാണ്. കാരണം ഇത് പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ച് ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേണമെങ്കിൽ ബസ് മേടിച്ചിട്ട് നമ്മൾ പോകും. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഇത് തുടക്കത്തിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്, നമ്മളും ഒരു പാവപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ വലിയ പൈസക്കാർക്ക് ചിലപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നമ്മളെ പോലെ ഉള്ളവരാണ് വീഡിയോ കാണുന്നത്. അപ്പൊ നമ്മൾ ഞാൻ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ക്ഷമിക്കുക. പിന്നെന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരു ഫാമിലിയിൽ കോമൺ ആയിട്ട് വരുന്ന ചിലവ്. ഇതിന് പുറമെ നമുക്ക് വരുന്ന ചിലവാണ് ലിപ്സ്റ്റിക്ക്, മുടിയുടേത്, പുട്ടി, വാച്ച്, അങ്ങനെയുള്ള അതുപോട്ടെ. അതല്ലാതെ വേറൊരു കാര്യം, ഇപ്പൊ വണ്ടി ഇല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള ജോലിക്കൊക്കെ പോകണമെങ്കിൽ ബസ് പാസ് ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ 55, 65 ഒക്കെ ആക്കിയെന്ന് തോന്നി ഇപ്പം മന്ത്ലി ബസ് പാസ്. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബസ്സിന് ഇന്ന ഒരു ഏരിയയിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും സഞ്ചരിക്കാം. അപ്പൊ അങ്ങനെ ബസ് പാസ് എടുക്കുന്നതാണ് വണ്ടി ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലത്. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ബസ് പാസ് എടുത്തുകൊണ്ടാണ് പൊക്കോണ്ടിരുന്നത്. 4 പൗണ്ടിന് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. 4 പൗണ്ടിന് നമുക്ക് ഒരു ദിവസത്തെ ഫുൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഞാൻ ആ സമയത്ത് ഞാനിവിടെ വന്ന ടൈമിന് ഫസ്റ്റ് 4 പൗണ്ടിന് ഇത് എടുത്തിട്ട് ഞാൻ വെറുതെ ഇത് മുതലാക്കാൻ വേണ്ടി ഒരു 4 ബസ് വെറുതെ കയറുമായിരുന്നു അവിടെ ഇവിടെ എല്ലാം പോയി. കാരണം സ്ഥലം കാണാം, പുറമെ സ്ഥലം കാണാം, പിന്നെ നമുക്ക് വേറെ പണിയുമില്ല. ഞാൻ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ജോലി കയറിയത്. അപ്പോൾ ഈ ഒരു മാസം മിന്നു ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ രാവിലെ മിന്നുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകും, മിന്നുവിനെ അവിടെ ഇറക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ബസ്സേ കയറിയിട്ട് ഓരോരോ സ്ഥലത്ത് പോകും, അവിടെ ഇറങ്ങും, കുറച്ചതിലേ നടക്കും, തിരിച്ചാതി കയറും. സ്ഥലം കാണാൻ മീൻസ് എനിക്ക് ഇങ്ങനെ നടന്ന് കാണാം. വന്ന സമയത്ത് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഒരു വണ്ടറാണല്ലോ. അതിന്റെ കൂടെ വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു തവണ നമുക്ക് പൈസ കൊടുത്തിട്ട് അതൊരു വലിയൊരു കാര്യം കേട്ടോ. നമുക്ക് ഞാനൊരു തവണ ബസ്സിൽ കയറിയിട്ട് നമുക്ക് തിരിച്ചവർ ചില്ലറ തരാതെ എനിക്കൊരു കൂപ്പൺ തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ബസ് ഇത് അടുത്ത ബസ്സിൽ കയറിയിട്ട് ഇത് കാണിച്ചാൽ മതി, അവിടുന്ന് അവരത് ഇതാക്കിയിട്ട് അത് മൈനസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അന്നത്തെ ദിവസം ഈ 4 പൗണ്ടിന് ഓൾറെഡി അൺലിമിറ്റഡ് എടുത്തു. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി ഈ പൈസ ഇത് 4 പൗണ്ട് എന്ന് പറയുമ്പോൾ 400 രൂപയായി നാട്ടിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ബസ് സ്റ്റേഷനിലൊക്കെ പോയി അലഞ്ഞ് പേടിഞ്ഞ് പിന്നെ എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് ഒരു വേറെ ഇവിടുത്തെ ഒരു രാജ്യക്കാരനാണ്, വേറെ ഏതോ ഒരു രാജ്യക്കാരൻ ഗോക്കാരെ കണ്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ലാതെ വേറെ ഏതൊക്കെയാ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി വിട്ടു. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ എന്നോട് ആ കൂപ്പൺ മേടിച്ചിട്ട് എനിക്ക് പൈസ തന്നു. അതൊരു വലിയൊരു സംഭവമായിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യം വരുന്നവർക്ക് അങ്ങനെയൊക്കെ കുറെ ടെൻഷനായി പോകും. നമ്മൾ നാട്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ 4 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 4 പൗണ്ട് നാട്ടിൽ 400 രൂപയായി. നമുക്ക് അവിടെ 40 രൂപ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കാസർഗോഡ് വരെ പോയിട്ട് വരാം. അപ്പൊ അതൊക്കെ ചിന്തിക്കും നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പൊ എക്സ്പെൻസിന്റെ കാര്യം പറയുമ്പോൾ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ പുറമെ ഈ കോമൺ ആയിട്ടുള്ള നമ്മളെ യാത്ര പോകുന്നത്. ഇപ്പൊ നമുക്ക് 300 പൗണ്ട് മാസം വണ്ടിയുടെ പെട്രോൾ ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിന് മേളിലാവുന്നുണ്ട്, കാരണം നമ്മൾ ഒത്തിരി ഓടുന്നുണ്ട് വണ്ടി. ഒരു ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്യാഷ് വരും. പിന്നെ നമ്മളിപ്പം അതിനൂടെ പറയുന്നത് ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യ അല്ലെങ്കിൽ കേരള ഫുഡ് നമുക്ക് പുറത്ത് വിടുന്നതിന് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും. ഞങ്ങൾ 2 പേര് കഴിച്ചൊരു സമയത്തിന് 30-35 പൗണ്ടോളം ആകുമായിരുന്നു നമ്മൾ എന്ത് ഡിഷ് കഴിച്ചാലും. ഏറ്റവും കുറഞ്ഞതാട്ടോ. നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ പൊറോട്ടയും ഒരു 4 പൊറോട്ടയും ഒരു കറി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 25 പൗണ്ട് എന്തായാലും. അതിന് പുറമെ നമ്മളിപ്പോൾ ലണ്ടൻ ആ സൈഡ് പോയി കഴിച്ച 100 പൗണ്ടായിട്ട് നമ്മൾ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അതല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തായാലും ഫുഡ് കയറി കഴിക്കുവാണെങ്കിൽ ഒരു 50-60 ഉണ്ട്. മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ 2 പൊറോട്ട വെച്ച് കറിയും മേടിക്കും. ഇപ്പൊ അങ്ങനെയല്ല, 2 പൊറോട്ട, ഒരു ബിയർ, ആമിക്ക് കുടിക്കാനുള്ളത്, മിന്നുന് കുടിക്കാനുള്ളത്, എനിക്ക് പിന്നെ സൈഡായിട്ടുള്ളത്, അത് അങ്ങനെയാണ്. അത് പിന്നെ അത് ചേഞ്ച് ആവും. പിന്നെ ഇതുപോലെ നമുക്ക് ഇതിന്റെ കൂടെ വരുന്നതാണ് നമ്മൾ പാർക്കിങ്ങിൽ. ഇപ്പൊ നമുക്കൊക്കെ വീടിന് പുറകിൽ പാർക്കിംഗ് സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ ഇപ്പോൾ റോഡിന്റെ സൈഡിലൊക്കെ ആയിരിക്കും മിക്കവർക്കും പാർക്കിംഗ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ മന്ത്ലി ഇത്ര എമൗണ്ട് വെച്ച് നമ്മൾ അതിന് കൊടുക്കാനുണ്ട് അല്ലേ. അതെനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് 30 പൗണ്ട് സംതിങ് ആണ്. അപ്പം അത് ഇന്ന ഏരിയയിൽ പാർക്ക് ചെയ്യാനായിട്ട് അത്രയും നമ്മൾ കൊടുക്കണം. അതല്ലാതെ ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ പുറത്തൊരു ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഏരിയയിൽ പാർക്ക് ചെയ്യാൻ ഇപ്പോൾ 2 മണിക്കൂർ നേരത്തേക്ക് 3.5 പൗണ്ട് അല്ലെങ്കിൽ 4 പൗണ്ട് അങ്ങനെയുണ്ട്. അപ്പം അതും നമ്മുടെ ഒരു എക്സ്പെൻസിൽ, ഇപ്പോൾ വണ്ടിയൊക്കെ ഉള്ളവർക്ക് അതും ഒരു എക്സ്പെൻസിൽ വരുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫൈൻ കിട്ടുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയതുപോലെ ഫൈൻ കിട്ടുന്നതൊക്കെ നമുക്ക് വരുന്ന ചെലവുകളിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ ഇതെല്ലാം പറയുന്നത് നമ്മളെ ഇൻകത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പം അടുത്തെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇൻകം പറയാം. എത്രയാണ് ഇൻകം? എനിക്ക് ഇപ്പൊ എല്ലാ മാസവും ഒരേ റേറ്റിലൊന്നല്ല കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടും എങ്കിൽ പോലും ഒരു ആവറേജ് 1800 തൊട്ട് 2200 പൗണ്ട് അത്രേ എനിക്ക് മാക്സിമം ഒക്കെ കിട്ടുള്ളത്. കൂടുതലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ടാക്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അത് വിത്തൗട്ട് ടാക്സ്
അതെ ടാക്സ് എല്ലാം കട്ട് ചെയ്തിട്ടുള്ള പൈസയാണ് ഞാൻ പറഞ്ഞത്. കിട്ടുന്നത്. നമുക്ക് അല്ലാതെ നമ്മൾ ടാക്സ് കട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 3500-4000 ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാം. പക്ഷെ ടാക്സ് എല്ലാം കട്ടായി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ 2200 ഒക്കെ ബാൻഡ് 5 നഴ്സിന്റെ സാലറി കേട്ടോ. അതെ. അതേപോലെ തന്നെ ഇപ്പൊ ഡിപെൻഡ് വിസയിലുള്ളവർക്ക് വേണമെങ്കിൽ ഇതേപോലെ വേറെ നല്ല നല്ല ജോലികൾ മേടിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇൻകം കിട്ടും. ഇപ്പൊ എന്റെ ഇൻകം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആമസോൺ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1700 പൗണ്ടൊക്കെയാണ് എൻ്റെ ഇൻകം ഒരു മാസം വരുന്നത്, ടാക്സ് കട്ടായതിനു ശേഷം. അബിക്ക് വീക്കിലി ആണ് സാലറി വരുന്നത്. വീക്കിലി 440 പൗണ്ടാണ്. അതിനകത്ത് ടാക്സ് ഒക്കെ കട്ടായിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. പിന്നെ പുറമെ നമുക്ക് വേറെ ഓവർ ടൈം ഒക്കെ ചെയ്യാം കേട്ടോ. 20 മണിക്കൂർ നമുക്ക് എക്സ്ട്രാ ഓവർ ടൈം ചെയ്യാം. അപ്പോൾ അതിനും പൈസ വ്യത്യാസമുണ്ട്, നല്ലൊരു എമൗണ്ട് അതും കിട്ടും. ഇപ്പൊ ഇവിടെ ബാങ്ക് ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പം ഒന്നെങ്കിൽ ഇപ്പൊ വന്നവർ സാധാരണ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ടൈം എല്ലാം ചെയ്ത് നമ്മൾ വീടൊക്കെ മേടിക്കാനായിട്ട് പൈസ ആക്കി വെക്കുക. ഇപ്പൊ വീടൊക്കെ മേടിച്ച് ഓൾറെഡി ഒന്ന് സെറ്റിൽ ചെയ്തവരാണെങ്കിൽ അങ്ങനെ ബാങ്ക് ഓവർ ടൈം ഒക്കെ ചെയ്ത് നമുക്ക് അല്ലാതെ ലിസ്റ്റർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ, ഇപ്പം കുറച്ച് ട്രിപ്പൊക്കെ പോകാനോ അങ്ങനെയൊക്കെ പൈസ ആക്കി വെക്കുക. അപ്പം അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നമ്മൾ സെറ്റിൽ ആയില്ലെങ്കിലും ഞങ്ങൾ ഓവർ ടൈം ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇതുപോലെ കറങ്ങാൻ പോകാനൊക്കെ പൈസ ആക്കുന്നല്ലേ. അപ്പൊ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇച്ചിരി എൻജോയ് ഒക്കെ ചെയ്യണം. നമ്മളിപ്പോ വിചാരിച്ചു ഇനിയിപ്പം ഞങ്ങളിപ്പം വീട് മേടിക്കണം, അത് ഉള്ള കാര്യമാണ്. ഞങ്ങൾ എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട് മേടിക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിലേക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് എൻജോയ് ചെയ്ത് അല്ല ഇപ്പൊ ആമി ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ല, അപ്പൊ എന്താണെങ്കിലും നമുക്കിപ്പോ എൻജോയ് ചെയ്യാൻ ഒരു സമയമുണ്ട്. ചിലർ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയിക്കൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ വേറെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിക്കൂടെ എന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകത്തിന് ഇത്ര ഇൻകം ഉള്ളതുകൊണ്ട് ആ ഒരു എക്സ്പെൻസ് നമുക്ക് മാച്ചായി പോകുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് സേവിങ് ഇല്ല അങ്ങനെ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ചെലവുകൾ ഇത്രയാണെന്ന്, അല്ലാണ്ട് ഫുൾ ചെലവാണെന്നല്ല നമ്മൾ പറയുന്നത്. ചെലവുകൾ ഇത്രയാണ് ഒരു ഫാമിലിക്ക്. ഇപ്പം നാട്ടിൽ നിന്നാലും നമുക്ക് ഈ ഒരു എമൗണ്ട് ചിലവ് വരില്ലേ, ആ ഒരു എമൗണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഇവിടെ മൊത്തം ചിലവാണ്, നമ്മൾ മൊത്തം കിട്ടുന്ന പൈസ മൊത്തം ഇവിടെ തീർക്കുവാണെന്നല്ല. നമ്മൾ അറിഞ്ഞ് നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് വീട് ഫാമിലി പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരാളുടെ പൈസ നമുക്ക് സേവ് ചെയ്യാം. ഒരാളുടെ പൈസയും കൊണ്ട് നമുക്ക് ഇവിടുത്തെ ചിലവും കഴിഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇപ്പം നമ്മുടെ ലൈഫ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പക്ഷേ ഒരാളുടെ പൈസ നമുക്ക് നാട്ടിൽ കുറച്ച് ലോൺ ഉള്ളതുകൊണ്ട് അതൊക്കെ അടച്ച് സെറ്റപ്പ് ആക്കുന്നു. പിന്നെ ബാക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള പരിപാടിയാണ് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെ സ്റ്റാറ്റസിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളിപ്പോ നീ അങ്ങ് UK നീ രക്ഷപ്പെട്ടില്ലേടാ എന്നൊക്കെ ഓരോരുത്തർ ഓരോ ഇത് ക്യാപ്ഷൻ കാണിക്കുന്നു. പിന്നെ അവർ കഷ്ടപ്പെടുന്നത് കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ UK ഇപ്പോൾ വന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സിനൊക്കെ അറിയാം ഇവിടെ വന്നാൽ എത്ര ചിലവ് ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യം. ഇപ്പം അല്ലാതെ ഉള്ളവർക്ക് അവർക്ക് ആകെ അറിയുന്ന ഒരു കാര്യം അവിടെ ഒരു മാസം 2 ലക്ഷം രൂപ സാലറി, 3 ലക്ഷം രൂപ സാലറി, അത് മാത്രമേ അവർക്ക് അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു വീടിന് 80,000, 1 ലക്ഷം രൂപ റെന്റ് വരുമെന്നോ ഇത്ര ചിലവ് വരുമെന്നുള്ള കാര്യം നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ഇവിടെ റിലേറ്റഡ് അല്ലാത്തവർക്ക് ആർക്കും അറിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ അവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് 2 ലക്ഷം 3 ലക്ഷം സാലറി മേടിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു വീടിന്, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരു വീടിന് 60,000 അല്ലെങ്കിൽ 80,000 രൂപ മാസം അറിയില്ലായിരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വരുന്നതിന് മുന്നേ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ എനിക്ക്, 2 ലക്ഷം രൂപ മിന്നുവിന്, 4 ലക്ഷം രൂപ എല്ലാ ചെലവും കഴിഞ്ഞൊരു 3 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ ചെലവിന് പോട്ടെ, 1 ലക്ഷം പോട്ടെ എന്ന് പറഞ്ഞത്. 1 ലക്ഷം പോട്ടെ, ബാക്കി 3 ലക്ഷം രൂപ സേവിങ് ആണ്. അവിടെ വീട്ടില് അവിടെ നാട്ടില് മണിമാളിക പണിയുന്നു, ഇവിടെ കൊട്ടാരങ്ങൾ പണിയുന്നു, എന്തൊക്കെയാണ്. പക്ഷെ അത് ഓക്കെയാണ്, അത് ഓക്കെ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ 1-1.5 ലക്ഷം രൂപ നമുക്ക് എന്തായാലും സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഫാമിലിയുടെ ഇത് വെച്ച് പറയുവാണെങ്കിൽ 1.5 ലക്ഷം രൂപ നമുക്ക് ഈ വലിയ ഓവർ ടൈമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവർ ടൈം ഒക്കെ ചെയ്യുന്നവർ അതിനേക്കാൾ കൂടുതൽ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. 2 ലക്ഷം രൂപ ഒക്കെ വെച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ലൈഫ് അതിനനുസരിച്ച് നമുക്ക് മാറ്റി സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ UK വരുന്നത് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ തെറ്റായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ചിലവുകൾ കൂടുതലായിട്ടോ നമ്മൾ പറയത്തില്ല. നമുക്ക് വേറെ രാജ്യങ്ങളിൽ പോകാൻ താല്പര്യമില്ല. എനിക്ക് ഓസ്ട്രേലിയ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു, അവിടുത്തെ വണ്ടി കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. നമുക്ക് ഫോർഡ് എവറസ്റ്റ് ഇവിടെ ഇല്ല, ഫോർഡ് എൻഡോവർ ഇവിടെ നമ്മളെ UK ഇല്ല. അത് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓസ്ട്രേലിയ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ 5 ദിവസം വർക്കിന് പോകണം, അത് പറ്റൂല. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമാണ് ഇവിടെ UK, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് UK ഓക്കെയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ നാട് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമുക്ക് നമ്മൾ എവിടെ പോയാലും നമുക്ക് മിസ് ചെയ്യും. ഞങ്ങൾ ഈവൻ മുംബൈയിലായിരുന്നപ്പോ പോലും നമുക്ക് മിസ്സിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 10 ലക്ഷം രൂപ, ഒരു 50 ലക്ഷം രൂപ ഒക്കെ ആയി നമ്മൾ സേവിങ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്തായാലും വീട് മേടിക്കാത്തത്. നമ്മൾ വീട് ഇവിടെ നിൽക്കുമെന്ന് ഉറപ്പായതിനു ശേഷം നമ്മളിവിടെ വീട് മേടിക്കുന്നതായിരിക്കും. അതുവരെയും നമ്മൾ നാട്ടിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, ചിലവ് കൂടുതലായതുകൊണ്ടോ വേറെ ഇതും കൊണ്ടൊന്നും അല്ല, നമുക്ക് നാട്ടിൽ നിൽക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്, നാട്ടിൽ നിൽക്കണം എന്നൊരാഗ്രഹം അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. വേറൊരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ UK വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഡ്രീംസ് എല്ലാം നമുക്ക് അതെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതെ, കാരണം നമുക്ക് ഈ പറഞ്ഞല്ലോ, നമുക്ക് ഒരു 30,000-40,000 വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ചിലവുകളും നമ്മളെ ഫാമിലി ഇങ്ങനെ പോകുന്നല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനനുസരിച്ച് നമുക്കൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് ജോലി ആയിരിക്കണം, നമ്മൾ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിരിക്കണം ഇതിനു മുമ്പേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചപ്പോൾ നമ്മുടെ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ നമുക്ക് ലോൺ ഉണ്ട്, അതല്ലാതെ ഇപ്പം റെന്റ് കൊടുക്കണം, അങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കണക്ട് ആവണമെങ്കിൽ ഏകദേശം നമ്മളെ ഒരു ലെവലിലുള്ള രീതിയിൽ അത് കണക്ട് ആവുള്ളൂ. ഫാമിലിക്ക് അല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുമാതിരി ഭ്രാന്താവും, അല്ലെങ്കിൽ ഒരു പുച്ഛം തോന്നുമായിരിക്കും. അത് നമുക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ ഈ പറഞ്ഞ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ഒരു ചാനലാകുമ്പോൾ നമ്മൾ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണമല്ലോ. നമ്മുടെ തോട്ട്സും നമ്മുടെ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ മിന്നുവിന്റെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കയറി പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് അവള് അത് മാത്രല്ല, ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പുസ്തകം പോലെ ഇവളെ നിർത്തൂല. ഇവള് ഒരു കാര്യം ഇവളോട് പറയാൻ പറഞ്ഞാൽ ഇവള് 10 മിനിറ്റ് നിന്ന് സംസാരിക്കും. അന്നേരം വീഡിയോ അങ്ങ് എത്തുകയും ചെയ്യും. അത് മാത്രമല്ല, ഇവള് മെല്ലെ പറയുക ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഞാനാ പറഞ്ഞ് പുഷ് ചെയ്ത് സ്പീഡാക്കിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ്, നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലവ് കാര്യങ്ങൾ ഇൻകം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. നമ്മുടെ ആമിക്കുഞ്ഞ് ഉറങ്ങുവാണ്, ഒന്ന് വീണതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഒരു വിഷമത്തിൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഓക്കെയാണ് പുള്ളിക്കാരി. കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചായിരുന്നു ആമി എവിടെയെന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ. അന്നേരം ആമി ഉറങ്ങുമായിരുന്നു. ഇപ്പം കുറച്ച് നേരത്തെ ഇവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ജസ്റ്റ് ഒന്ന് വീണു കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പാലും കുടിച്ച് കിടന്ന് ഉറങ്ങുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ലെങ്ത് കൂടുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പറയാതിരിക്കുന്നില്ല. അതെ, പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ചുമ്മാ ഒന്ന് കാര്യം പറഞ്ഞിട്ട് പോകാതെ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആകുവാണെങ്കിൽ അല്ല ഒരു രസമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഇന്ററാക്റ്റീവ് ആയിട്ട് പറയാൻ സംസാരിക്കും. ഇതിന് മുമ്പ് ഞങ്ങൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ കുറച്ചൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്നും കൂടി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.